ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമുക്ക് ജമ്പൂളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചട്ടി ചൂടാന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് സവാള, ഒരു സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തേക്കണത്. നമുക്ക് അത്രയും മതി. നമ്മൾ കുറച്ചാണ് ഉണ്ടാക്കണത്. അങ്ങനെ ആ പച്ചമുളകൊക്കെ എടുക്കണം. ആ പച്ചമുളക് എടുത്തിട്ടില്ല, അതിന് പകരം നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കുഞ്ഞാക്കി ഇടുക. ഈ സമയത്താണ് നമ്മൾ പച്ചമുളക് ചേർക്കുന്നത്, പക്ഷെ നമ്മൾ ചേർക്കണില്ല. നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ പുളിക്ക് ഉപ്പുണ്ടോ എന്ന് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. പുളിക്ക് ഉപ്പുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് കുറവിട്ടാൽ മതി, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. അതിന് ശേഷം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇവിടുത്തെ മുളക് പൊടിക്ക് നല്ല എരിവാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് കളർ കിട്ടാൻ വേണ്ടി കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അത് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി നമ്മൾ ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഈത്തപ്പഴം വേണമെങ്കിൽ നമുക്ക് ഈത്തപ്പഴമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈത്തപ്പഴം എനിക്ക് വലിയ ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമ്മൾ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കണില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം, അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പുളി പിഴിഞ്ഞത് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. പുളി തിളപ്പിച്ചിട്ട് ഒഴിക്കാം കേട്ടോ. തിളപ്പിച്ചിട്ട് നമ്മൾ നന്നായി കുതിർത്തതിന് ശേഷം, ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ 2 ശർക്കരയും ഒരു പകുതി ശർക്കരയും ഇടുന്നുണ്ട്. വേണ്ട, അത് നമ്മൾ നന്നായി തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. നമ്മളെ സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഈത്തപ്പഴമോ അണ്ടിപ്പരിപ്പോ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചമ്പുളി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.